ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, എന്തുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു? ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. അല്ല, എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ ഇതിനു മുൻപ് ഉണ്ടായിട്ടുള്ളപ്പോഴൊന്നും നടപടി ഉണ്ടായിട്ടില്ല. വഞ്ചിയൂർ കോടതിയിൽ നിന്ന് നല്ല വാർത്തകളല്ല നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ്, 6-7 വർഷങ്ങൾക്ക് മുമ്പ് അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിലൊരു സംഘർഷമുണ്ടായിരുന്നു. അക്കാലത്ത് വഞ്ചിയൂർ കോടതിയിലെ അഭിഭാഷകരുടെ പെരുമാറ്റം വേണമെങ്കിൽ അതിർത്തിയിൽ കൊണ്ടുപോയി മിസൈൽ വിടുന്ന പണി അവരെ ഏൽപ്പിക്കാമായിരുന്നു. അതുപോലെയായിരുന്നു മദ്യക്കുപ്പികളും കല്ലുമൊക്കെ മാധ്യമപ്രവർത്തകരുടെ നേരെ വന്നത്. ഞാൻ അക്കാലത്ത് അനുഭവിച്ച പ്രയാസങ്ങളും ചെറുതൊന്നും വരുന്നില്ല. എനിക്കെതിരെ വഞ്ചിയൂർ കോടതിയിൽ അവർ അപകീർത്തി കേസ് നൽകുകയും എനിക്ക് വേണ്ടി ഒരു അഭിഭാഷകന് ഹാജരാകാൻ പാടില്ല എന്ന് നിശ്ചയിക്കുകയും ചെയ്തതാണ്. അന്ന് ഒരു വനിതാ അഭിഭാഷക എനിക്ക് വേണ്ടി വക്കാലത്തുമായി കോടതിയിൽ ഹാജരായി. അവരെ ബലം പ്രയോഗിച്ച് ആ വക്കാലത്ത് വാങ്ങി കീറിക്കളഞ്ഞവരാണ് അവിടുത്തെ അഭിഭാഷകർ. അപ്പോൾ അങ്ങനെയുള്ള എത്രയോ സന്ദർഭങ്ങൾ തിരുവനന്തപുരത്ത് മാത്രമല്ല, കൊച്ചി ഉൾപ്പെടെ പലയിടത്തും എന്ത് നടപടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ചോദ്യമുണ്ട്. അഭിഭാഷകർക്ക് ഒരു പരിരക്ഷ അവർ സ്വയം അവകാശപ്പെടുന്നു. അതിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അപ്പുറത്ത് കടന്നുകൊണ്ട് പലതും ചെയ്യുന്നു. അതൊക്കെ ന്യായീകരിക്കപ്പെടുകയോ നീതീകരിക്കപ്പെടുകയോ അല്ലെങ്കിൽ വിസ്മരിക്കപ്പെടുകയോ ചെയ്യുന്നു. അതുകൊണ്ട് ഇവിടെയും അങ്ങനെയാണല്ലോ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. വക്കീലിൻ്റെ ആഫീസിൽ നിന്ന് വക്കീലിനെ പിടിക്കാൻ പോലീസിനെ അനുവദിക്കാതിരുന്ന അഭിഭാഷക സംഘടനയാണ് അവിടെ ഉള്ളത്. ആൾ ചെയ്ത കാര്യം എന്താണെന്ന് ഇപ്പോൾ എല്ലാവർക്കും വ്യക്തമായല്ലോ. അപ്പോൾ ഒരു നടപടിയും ഉണ്ടാവില്ല എന്ന് ഉറപ്പുള്ള ഒരു വിഭാഗമാണ്. ഏത് നിയമലംഘനവും സാധൂകരിക്കപ്പെടും എന്നവർക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് അഭിഭാഷകരിൽ ചിലർ ഈ രീതിയിലുള്ള പ്രവൃത്തികളുമായി മുന്നോട്ട് പോകുന്നത്.